സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി കെ റെയിലിനെതിരെ മുന്നണിയിലും എതിർപ്പ്. സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പദ്ധതിയെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ലെങ്കിലും സിപിഐയിലെ വലിയൊരു വിഭാഗത്തിന് പദ്ധതിയുടെ പ്രായോഗികതയിലും ആവശ്യകതയിലും സംശയമുണ്ട്. കേന്ദ്രത്തിന്റെ നിസ്സഹകരണത്തിനും പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനും പിന്നാലെ സ്വപ്ന പദ്ധതിക്കെതിരെ മുന്നണിയിൽ തന്നെ മുറുമുറുപ്പുയരുന്നത് സർക്കാരിന് തിരിച്ചടിയാണ്. കെ റെയിലിനെതിരെ ആദ്യം എതിർപ്പുയർത്തിയത് CPM അനുഭാവമുള്ള കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തായിരുന്നു. പിന്നാലെ CPI സംഘടനയായ യുവകലാസാഹിതി പദ്ധതിക്കെതിരായ പ്രചരണത്തിന് പാർട്ടി നേതൃത്വത്തിന്റെ അനുമതി തേടി. പ്രകടന പത്രികയിലെ വാഗ്ദാനമെന്നും മുന്നണി തീരുമാനമെന്നും പറഞ്ഞ കാനം രാജേന്ദ്രൻ അനുമതി നിഷേധിച്ചു. ഇതോടെ യുവകലാസാഹിതി പരസ്യ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറി. എന്നാൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പദ്ധതിക്കെതിരെ ശക്തമായി രംഗത്തുണ്ട്. മുന്നണി നിലപാടിനെതിരെ പരസ്യ പ്രതികരണത്തിന് മുതിരുന്നില്ലെങ്കിലും CPIയിലെ വലിയൊരു വിഭാഗം പദ്ധതിക്കെതിരാണ്. അത് വ്യക്തമാക്കുന്നതായിരുന്നു സംസ്ഥാന കൗൺസിലിൽ ഉയർന്ന വിമർശനങ്ങൾ. എതിർക്കുന്നവരുടെ ആശങ്കകൾ കൂടി മാറ്റാനുള്ള ബാധ്യത സർക്കാരിനുണ്ടെന്ന് പറയാൻ കാനം രാജേന്ദ്രൻ നിർബന്ധിതനായതും എതിർപ്പിന്റെ ശക്തി മനസ്സിലാക്കിയാണ്. ആശങ്കകൾ ധാരാളം സ്വാഭാവികമാണ്. ഏതൊരു പുതിയ പദ്ധതി വരുമ്പോഴും ആശങ്കകൾ ഉണ്ടാകും. അത് അഡ്രസ്സ് ചെയ്യാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. ഗവൺമെൻറ് നിശ്ചയമായും അത് ചെയ്യുകയും ചെയ്യും. തർക്കങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, MP-മാർക്ക് മാത്രമല്ല ആർക്കുണ്ടെങ്കിലും അതിൻ്റെ ആശങ്ക പരിഹരിക്കാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. അത് ഗവൺമെൻറ് ചെയ്യുകയും ചെയ്യും. പദ്ധതിയോട് ആദ്യമുണ്ടായിരുന്ന അനുകൂല നിലപാട് കേന്ദ്രത്തിന് ഇപ്പോഴില്ല. അതിശക്തമായ എതിർപ്പ് സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിനും BJPക്കുമുണ്ട്. വികസന മുടക്കികളെന്ന് പ്രതിപക്ഷത്തെ വിമർശിച്ചും രാഷ്ട്രീയ പ്രചരണത്തിലൂടെയും എതിർപ്പുകളെ മറികടക്കാനായിരുന്നു സർക്കാർ ശ്രമം. എന്നാൽ ഘടകകക്ഷിയിൽ പോലും ഏകാഭിപ്രായമുണ്ടാക്കാൻ കഴിയാത്ത പദ്ധതി എന്തിന് അടിച്ചേൽപ്പിക്കുന്നു എന്ന ചോദ്യം പ്രതിപക്ഷം ശക്തമാക്കും. CPM സമ്മേളനങ്ങളിലും പദ്ധതിക്കെതിരായ ഒറ്റപ്പെട്ട വിമർശനങ്ങൾ ഉയരുന്നതും CPMനെയും സർക്കാരിനെയും അലോസരപ്പെടുത്തുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.